കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മി എന്നും പറഞ്ഞു തിരുവല്ലയിൽ നിന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞു. ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു GMN നേഴ്സാണ്. പക്ഷെ അവളുടെ മനസ്സിലുള്ളത് OIT പാസ്സാകണം, IELTS പാസ്സാകണം, വിദേശത്ത് പോകണമെന്നാണ്. അപ്പോൾ BSc നേഴ്സ് എടുക്കുന്നവർക്ക് പോലും പലർക്കും IELTS താമസിക്കും, 1-2 പ്രാവശ്യം മാറുന്നു. ഇപ്പം IELTSന് വലിയ എല്ലാം എക്സ്പയർ ആയിപ്പോയിക്കൊണ്ടിരിക്കണേ. ഇംഗ്ലണ്ടിലെ ആളെടുക്കാത്തത് കാരണം IELTS ഒക്കെ എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി രക്ഷപ്പെടാൻ കാര്യം, പ്രസംഗത്തിൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മളെ അന്വേഷിക്കുന്നത് വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത്. അത് ഒരു ദിവസം വചനം വായിച്ചപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പം ഞാനത് എന്നോടും ചോദിച്ചു, നിങ്ങളോടും ചോദിച്ചു. മത്തായി 5:47. മത്തായി 5:47. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ല. ഇപ്പം ഈ ലക്ഷ്മിയോട് തന്നെ സിസ്റ്റർ ചോദിച്ചു, നിനക്ക് എന്നെ ആത്മീയ വളർച്ച ഉണ്ടായെന്ന് ചോദിച്ചു. അവളുടെ പരീക്ഷകൾക്കെല്ലാം കർത്താവ് കൂടെ പോയി. അമ്മ അവള് ഒരു 120 മിനിറ്റേ ഉള്ളു. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ സമയത്ത് ഇവർക്ക് കമ്പ്യൂട്ടറിൽ സമയം കാണാൻ പാടില്ല. ഇനി എന്ത് സമയമുണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഇവള് അമ്മയുമായിട്ട് എല്ലായ്പ്പോഴും സംസാരിക്കുന്ന കാരണം അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ സമയം എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലാകണില്ല, എനിക്ക് തലക്ക് വെളിവ് പോണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചാര ഡ്രസ്സിട്ടൊരു ലേഡി കയറി വന്ന ഉടനെ എന്നിട്ട് കമ്പ്യൂട്ടർ, അത് എന്ത് അമ്മയോട് ഇവള് മനസ്സിൽ അമ്മയോട് പറഞ്ഞതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഭയങ്കര രസമാണ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. എന്താ നിനക്ക് എവിടെയാണ് ആവശ്യമെങ്കിൽ അവിടെ ഞാൻ വരുമെന്ന് അതിൻ്റെ അർത്ഥം. നിനക്ക് എവിടെയാണ്. അപ്പോൾ ഇവൾ അമ്മയോട് പറഞ്ഞു, ഇവിടെ അമ്മ എനിക്ക് ടൈം കാണാനില്ല, ഇനി എന്തുമാത്രം ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാൻ പാടില്ല, അമ്മേനൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിൽ പറഞ്ഞതല്ലേ. ആ 1000കണക്കിന് ആൾക്കാരിക്കുന്ന എക്സാം ഹാളിലൂടെ ചാര ഡ്രസ് ഇട്ട് ലേഡി കയറി വരും. കയറി വന്ന ശേഷം ഇവളോട് പറയും, കമ്പ്യൂട്ടർ 2 കൊട്ടും, ടൈം കാണിച്ചു കൊടുക്കും. ഒള്ളി 20 minutes എക്സിസ്റ്റ്, 20 മിനിറ്റേ ഉള്ളൂ, നിനക്ക് 100 ചോദ്യങ്ങൾ എഴുതാനുണ്ട്. അവർ പോകും. എന്ത് രസമാണ്. നിനക്കിനി 20 മിനിറ്റേ ഉള്ളൂ, നിനക്കിനി 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുണ്ട്. അപ്പം തന്നെ അവൾ പറഞ്ഞു, എൻ്റെ കാര്യം തീർന്നു. 100 പടി എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ആകപ്പാടെ ചെയ്തിരിക്കുന്ന പരിപാടി ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് ചെന്നൈയിലാണ് എക്സാം, അവിടം വരെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെന്ന്. അതെന്താ കാര്യം? അപ്പം നിങ്ങളോർക്കും ഈ ആൾക്കാർ ഇതെന്താ ഈ കാലത്ത് ഹൈടെക് അന്ധവിശ്വാസമാണെന്ന് ഓർക്കും. ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ റീസൺ ഉപയോഗിച്ച് കാര്യം എന്താ വെച്ചാൽ വിശ്വാസ പ്രയോഗമാണത്. എന്താ വിശ്വാസ പ്രയോഗം? കർത്താവ് എനിക്ക് മെരിട്ടില്ല, ഞാൻ ആശ്രയിക്കുന്നത് നിൻ്റെ ഗ്രേസിലാണ്. അതാണ് സംഭവം. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് മെരിട്ടില്ല, എനിക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അറിയത്തില്ല, ഐ ആം നോട്ട് വെൽ പ്രിപ്പയർഡ്, ഐ ഹാവ് നോ മെരിറ്റ്, എനിക്ക് മെരിറ്റില്ല, എൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത് നീയാണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് അവിടം വരെ ഉപ്പിട്ട് അവിടെ ചെന്നൈയിലും കൊണ്ടുപോയി ട്രെയിൻ ഇറങ്ങിയപ്പോൾ അവിടെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലുക. എന്താ പരിപാടി? കണ്ടു നിൽക്കുന്നവർക്ക് ഇത് എന്ത് അന്ധവിശ്വാസമാണെന്ന്. അതല്ല പ്രശ്നം, അതൊരു വിശ്വാസ പ്രയോഗമാണ്, വിശ്വാസ പ്രഖ്യാപനമല്ല, വിശ്വാസ പ്രയോഗം. വിശ്വാസം 3 തരത്തിലാണ്. നമുക്ക് വിശ്വാസം എക്സ്പ്രസ് ചെയ്യണ 3 തരത്തിലാണ്. ഒന്ന്, വെൻ അവർ പ്രേയേഴ്സ് അവർ ഫെയ്ത്ത് സെറ്റ് ഇൻ ടു പ്രേയേഴ്സ്, സെറ്റ് ഇൻ ടു വേഴ്സ്. അതായത് നമ്മളുടെ ഫെയ്ത്ത് വി ക്യാൻ സെറ്റ് ഇൻ ടു വേഴ്സ്. വേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശബ്ദങ്ങളും വാക്കുകളുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ആ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ പ്രയർ എന്നാണ് പറയണത്, പ്രാർത്ഥന എന്ന് പറയും. ദ ഫെയ്ത്ത് സെറ്റ് ഇൻ ടു വേഴ്സ്, അതിനാണ് പ്രാർത്ഥന എന്ന് പറയണത്. അത് എല്ലാവരും ചെയ്യണത് അതാണ്. പക്ഷേ ചില വിഷയങ്ങൾ, മേജർ സബ്ജക്റ്റ്,
ഹെവി ഡ്യൂട്ടി സബ്ജക്റ്റ് പ്രേയറിൽ നിൽക്കത്തില്ല. കാര്യം പ്രേയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവനും ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിയാണ്. അതായത് ദൈവിക പുണ്യങ്ങളാണ്. ദൈവിക പുണ്യങ്ങളെ ആകുന്ന വിശ്വാസത്തെയും അതുപോലെ തന്നെ പ്രത്യാശ, സ്നേഹത്തെയുമാണ് നമ്മൾ പ്രാർത്ഥനയെ വർക്കിംഗ് കണ്ടീഷൻ മെറിറ്റോറിയസ് ആക്കുന്നത്. അതിൻ്റെ കണ്ടൻറ്റ് വൈസ് അതിലുള്ള ദൈവിക പുണ്യങ്ങളാണ്. ആ ദൈവിക പുണ്യങ്ങളിൽ പലതും ഡാമേജ് ആയിരിക്കും. കാര്യം നിൻ്റെ വിശ്വാസമല്ലേ. നിൻ്റെ വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് വരാൻ കാരണം നിൻ്റെ പഴയ ഫയലാണ്. പഴയ ഫയലിൽ പലപ്പോഴും വിശ്വാസം നീ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഡാമേജ് ഫെയ്ത്ത് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഒരു വിശ്വാസം ഫോളോ ചെയ്തിട്ട് അതിൽ നീ വിചാരിക്കണ ഗ്രോത്ത് ഇല്ലെന്ന് കണ്ട വിശ്വാസം ഫെയ്ഡാക്കി കളയുന്നേ. അത് ഫയലായിപ്പോയി. മനുഷ്യന്മാരോട് ഇടപെടുന്നതിനേക്കാൾ പാടാണ് ദൈവത്തോട് ഇടപെടുന്നത്. ഈ ഡാമേജ് ഫെയ്ത്തുമായിട്ടാണ് ഇപ്പോഴും നീ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്നെ പ്രത്യാശയ്ക്ക് വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ. ചില ദിവസങ്ങൾ നീ കുടുംബപ്രാർത്ഥനയും മുടക്കിക്കളഞ്ഞു, ചില ദിവസങ്ങൾ നീ കുർബാനയും മുടക്കിക്കളഞ്ഞു. എന്താ കാര്യം? അത് നക്കാപ്പിച്ച കാര്യം. ആരൊക്കെ ഫ്രണ്ട്സൊക്കെ വന്ന് എവിടെയെങ്കിലും സിനിമക്കൊക്കെ പോയി രാത്രി ഇരുന്ന് ചുമ്മാ സിനിമ കുത്തിയിരുന്ന് കണ്ടേച്ചും 4 മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് കുർബാന മുടക്കി. ഇങ്ങനെ ഒരു പക്കാ പരിച്ചാഴിയായിരിക്കും നീ എന്നാ കാണിക്കാനാണ് ദൈവതിരുസന്നിധി വരണത്? നിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ റെഡ് അടിച്ചിങ്ങോട്ട് വരും. മുഴുവൻ റെഡ് അടിക്കും. അപ്പോഴങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കാണ് ഈ പ്രെയറിന് വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ. അതുകൊണ്ട് ലക്ഷ്മിയുടെ കുറച്ച് ഫേക്ക് പ്രേയേഴ്സ് ഉണ്ട്. പഴയത് അതായത് ഫേക്ക് പ്രേയേഴ്സ് എന്ന് നമ്മൾ പറയും. പ്രേയേഴ്സാണ്, ഫേക്കാണ്. കാര്യം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വിശ്വാസത്തിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിശ്വാസത്തിന് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് വരുമ്പോൾ വിശ്വാസത്തിന് അതിനെ എല്ലാം ആ വിശ്വാസത്തെ നീതീകരിക്കുന്ന പ്രവൃത്തികളുണ്ടാകണം. ആ പ്രവൃത്തികൾ നമ്മൾ ദൈവത്തിന് കൂടി അത് ബോധ്യമാകണം. നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ദൈവത്തിന് കൂടി അത് ബോധ്യമാകണം. ഇപ്പം തൻ്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത്. ഇതുപോലെ നമ്മുടെ കളിയും കട്ടായും കണ്ട ദൈവത്തിന് ഇങ്ങോട്ട് തരാനുണ്ടാകണം. ഓരോ മാസം ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ക്യാരി ഓവർ ചെയ്ത് അടുത്ത പേജിലേക്ക് അക്കൗണ്ട് വരുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. അതാണ് ഇതിനകത്ത് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയണത്. ഇപ്പം ലക്ഷ്മിയോട് കുറച്ച് പരിശുദ്ധാത്മാവ് കൂടി നമ്മൾ സഹായിക്കണം. അതെങ്കിൽ പറ്റത്തില്ല. ഇപ്പം ലക്ഷ്മിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ട്. കാര്യം അവളിരുന്ന് ജപമാല പഠിച്ചു. അപ്പോൾ അവളെ ഒരു ദിവസം ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു വാക്ക് ലക്ഷ്മിയെ ഭയങ്കരമായിട്ട് ആകർഷിച്ച്. എന്താണ്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതാണ്. അതൊരു ആയിരക്കണക്കിന് മനുഷ്യരെയാണ് ആ വാക്ക് സ്വാധീനിച്ചത്. വിശേഷവിധിയായി അവരുടെ ഓർഡിനറി ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്ത് കളഞ്ഞു. ഈ 5:46 അന്ന് മുതൽ അവിടെ ഒരു പണി ചെയ്യുമായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാമോ? ഓരോ പത്രം കൊടുക്കുമ്പോൾ ആ പത്രം കൊടുക്കുന്നതിൻ്റെ കൂടെ ഓരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മലയാളത്തിൽ എഴുതി കൈകൊണ്ട് എഴുതിയിട്ട് അതും കൂടി കൊടുക്കും. അതാണ് വിഷയം. ലക്ഷ്മി എങ്ങനെയാണ് ദൈവതിരുസന്നിധിയിലെ സമ്പന്നത നേടിയത്? അതൊരു കോൺസെപ്റ്റാണ്, ബൈബിളിലെ ശക്തമായൊരു കോൺസെപ്റ്റാണ്. കാര്യം നമ്മൾ ഇപ്പം തന്നെ ലക്ഷ്മി കണ്ടില്ലേ? ലക്ഷ്മി എന്താ പറഞ്ഞ? അമ്മേ, എനിക്ക് എന്ത് സമയമുണ്ടെന്ന് എനിക്ക് കണ്ട് മനസ്സിലാണില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ലേഡി കയറി വന്ന കണ്ടില്ലേ? അമ്മയുടെ ഡ്രസ്സിൽ കയറി വന്നിരിക്കുക. എന്നിട്ട് അവരോട് ചോദിച്ചാ എന്ത് സമയമുണ്ടെന്ന്? ചോദിച്ചില്ല. അവരവിടെ കമ്പ്യൂട്ടറായിട്ട് ടച്ച് ചെയ്ത് വെച്ചും കാണിച്ചു കൊടുത്തു. ഇനി നിനക്ക് 20 മിനിറ്റ്, നിനക്ക് എഴുതാനുള്ള ആൻസർ ചെയ്യാനുള്ള 100 ക്വസ്റ്റ്യൻസ്. അപ്പം തന്നെ അവളുടെ മെറിറ്റ് മുഴുവനും പോയി. എന്താ? 20 മിനിറ്റ് കൊണ്ട് 10 ചോദ്യങ്ങളെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം 10 ചോദ്യങ്ങൾ പോലും അവൾക്ക് മനസ്സിലാവണമില്ല. ദാറ്റ് മീൻസ് ദൈവം ഈ മെറിറ്റ് ബ്രേക്ക് ചെയ്യണത് ഭയങ്കര രസമാണ്. അവൾക്കറിയാമായിരുന്നു ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് അവിടെ വരെ ഒപ്പിട്ടിരിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസ പ്രയോഗമാണത്.
വിശ്വാസം എക്സ്പ്രഷൻസ് പ്രാർത്ഥനയുണ്ട്. വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവിന് വേണ്ടി ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഈ പത്രം കൊടുക്കുന്നതിലൂടെയൊക്കെ വരുന്ന വിശ്വാസ പ്രഖ്യാപനമാണ്. പിന്നെ എന്താണ് വിശ്വാസ പ്രയോഗം? അപ്പോൾ എന്താ പറയണത്? ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഉടമ്പടി തൈലം അകത്ത് കയറ്റത്തില്ല, പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ നെഞ്ചിൽ അത്രയും കുരിശിട്ട്, എന്താണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് വിഷയം. കാരണം ദൈവതിരുസന്നിധി സമ്പന്നത വേണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വിശേഷവിദ്യയായി ചെയ്യണം. ഇപ്പോൾ ഇത് എന്ത് സംഭവിച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവള് ഈ 20 മിനിറ്റല്ലേ ഉള്ളൂ, 100 ക്വസ്റ്റ്യൻ ഇല്ലേ? അപ്പോൾ ആ കമ്പ്യൂട്ടർ കാണിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം യെസ് ഓർ നോ ചെയ്താൽ മതി. യെസ്സും അറിയാൻ പാടില്ല, നോയും അറിയാൻ പാടില്ല. അതാണ് വിഷയം. പിന്നെ എന്താ, കറക്കി കുത്തുകയാണ്. കറക്കി അത് മനസ്സിൽ. അപ്പോൾ അവൾ പറയണത്, ഞാനിങ്ങനെ മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകും. 20 മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് 100 തീരും. എന്തല്ലോ അറിഞ്ഞിട്ട് ചെയ്തിരിക്കണതാണ്. ഞാൻ കിടന്നിറങ്ങിയപ്പോൾ അമ്മ 42 എന്നെ കാണിച്ചു, വെള്ള കോളത്തിൽ, ബാക്കിയെല്ലാം ബ്ലാക്ക് കോളത്തിൽ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റല്ലോ, 800 മാർക്കല്ലേ വേണ്ടത്, എനിക്ക് 42 കിട്ടിയുള്ളെന്ന് പറഞ്ഞു. പക്ഷേ മാർക്ക് വന്നപ്പോൾ എന്താ, 542. അതെന്ന് വെച്ചാൽ അമ്മ എന്താ പറഞ്ഞത്, 42 മര്യാദക്ക് നീ എഴുതിയിട്ടുള്ളൂ, 500 മാർക്ക് എൻ്റെ ബോണസാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതായത് എന്ത് രസമാണെന്നറിയാ കമ്മ്യൂണിക്കേഷൻ. അതായത് അവൾ അന്ന് പരീക്ഷ കടന്ന് തോറ്റുപോയല്ലോ, കണ്ണും പൂട്ടി കറക്കി കുത്തിയിരിക്കുകയല്ലേ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അമ്മ തോറ്റല്ല അമ്മ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ രാത്രി 42 കാണിച്ചു സ്വപ്നത്തിൽ. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ തോറ്റല്ലോ, ഞാൻ തോറ്റല്ലോ. അപ്പം കാര്യം വെച്ചാൽ 800 മാർക്ക് വേണ്ടേ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ആ 42 അതിൻ്റെ അകത്തുണ്ടായിരുന്നു, പക്ഷേ 542. എന്നുവെച്ചാൽ അമ്മ എന്താ പറഞ്ഞത്, നിൻ്റെ മെറിറ്റിൽ 42 മാർക്കേ ഉള്ളൂ, 500 മാർക്ക് എൻ്റെ ഗ്രേസിലുള്ളതാണ്. ഇതാണ് ഡീൽ ഓർ നോട്ട് ഡീൽ എന്ന് പറയണത്. ഈ റിലേഷൻസ് സത്യസന്ധമാകാൻ നോക്കണം. കാര്യം ഇത് കവനൻ്റ് റിലേഷനാണ്. നിങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് നോക്കാനുള്ളതല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഏതെങ്കിലും കാലത്ത് സത്യസന്ധനാണെന്ന് കർത്താവിനെ ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പൊന്നുപോലുള്ള അവസരമാണ് ഉടമ്പടി നൽകുന്നത്. അത് നിങ്ങൾ സത്യസന്ധത ഉപയോഗിക്കാൻ നോക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. മക്കളെ, നമ്മളെ ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഈ നിമിഷം നിങ്ങൾക്ക് മാതാവ് നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈശോ അത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സഹായിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ മക്കളുടെ മനസ്സിൽ ഉള്ള വേദനകളെല്ലാം മൗനമായി എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴത് സമർപ്പിക്കാം. വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിസ പ്രോസസ്സ് ചെയ്യാത്തവരുണ്ട്, പുതുക്കി കിട്ടാത്തവരുണ്ട്, ഗിഫ്റ്റ് നടപടി നേരിടുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മാർത്താമസിക്കാൻ പറ്റാത്തവരുണ്ട്, അടിസ്ഥാന രേഖകൾ കിട്ടാത്തവരുണ്ട്, കേസിൽ അകപ്പെട്ടവരുണ്ട്, പോസ്കോ കേസിൽ കള്ളക്കേസിൽ അകപ്പെട്ടവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ നിങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട്, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ തുടങ്ങിയിട്ട് നിന്നുപോയവരുണ്ട്, തുടങ്ങാൻ പോകുന്നവരുണ്ട്, അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടുപിടിക്കാത്തവരുണ്ട്, കൂടെയുള്ള ഏജൻറ്റുമാർ വഞ്ചിച്ചവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന തിന്മയുടെ ശക്തികളെ നിർവീര്യമാകുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 മഹത്വം മഹത്വം യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ആരാധന ഹല്ലേലൂയ 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 നാഥാ വരണമേ സ്തുതിക്കട്ടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഞങ്ങളെ മാറിപ്പോയിക്കട്ടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഹല്ലേലൂയ സൗഖ്യം നൽകണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. സാമ്പത്തിക ബാധ്യതയുള്ളവരെ എന്തെങ്കിലും വിഷയങ്ങൾ വിറ്റാ തീരാവുന്നതേ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ചിലർക്ക് വിൽക്കാൻ പോലും ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവരെല്ലാം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മക്കളില്ലാത്തവര്, ഒരു കുഞ്ഞുണ്ടായിരുന്ന വർഷങ്ങളായി രണ്ടാമത്തെ കുഞ്ഞില്ല, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നവര്, ചില മരുന്ന് കഴിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, രോഗം മൂർച്ഛിച്ചു വരുന്നവര്, വീട്ടിലായിട്ടുള്ള കിടപ്പ് രോഗികൾ, കർത്താവേ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. പരിശുദ്ധമ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ കർത്താവേ നിന്റെ തിരുമുറുവാർന്ന വലതുകർത്താവ് നിന്റെ അവകാശവും ഓഹരിയുമാകുന്ന ജനങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. അടിപ്പിഴപ്പുള്ള വൈദാഖണ്ഡ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മകനുടെ നിഴലായി നീങ്ങും സ്നേഹിതയാണമ്മ. എന്നുടെ മിഴി നനയും നേരം മുഴുകും മിഴിയമ്മ. കുരിശിൻ ചാരെ വരും എന്നുടെ വീട്ടിൽ വരുമമ്മ.